വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും ആനിമി ബ്ലൈഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സ് മാങ്കയുടെ ചാപ്റ്റർ 6 ആണ്. എന്നാൽ അതിനുമുമ്പ് നിങ്ങൾ ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്ന് കണ്ടിട്ട് വരേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇനി ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ചാപ്റ്റർ എൻഡ് ആകുമ്പോഴേക്കും അമാഡോ തന്റെ മെമ്മറീസ് ഓൾട്ടർ ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സംശയം സുമീറയോട് പറയുകയും സുമീറയാണെങ്കിൽ അത് വന്ന് സാറഡയോട് പറയേ അതിനവൾ വന്ന് ഒമിനിപൊട്ടൻസ് കാരണം മെമ്മറി ഓൾട്ടർ ചെയ്യപ്പെട്ടാൽ പോലും അമാഡോ തന്റെ മെമ്മറീസിനെ സംശയിക്കുന്നുണ്ടോ? അത് അസാധ്യമാണ്. ഈവൻ വില്ലേജിലുള്ള എല്ലാവരുടെ മെമ്മറീസും ഓൾട്ടർ ചെയ്യപ്പെട്ടപ്പോൾ ലോർഡ് സെവൻത്തിന്റെ ഫാമിലി ഫോട്ടോ കാണിച്ച് അതിൽ ബൊറൂട്ടോ ഉള്ളത് കണ്ടതിന് ശേഷം പോലും ജനങ്ങൾ ആരും തന്നെ അത് വിശ്വസിക്കാതെ അവരുടെ മെമ്മറീസിനെ ആയിരുന്നു വിശ്വസിച്ചിരുന്നത്. എന്നാൽ എന്റെ അച്ഛൻ അങ്ങനെ അല്ലായിരുന്നു എന്ന് സാറുടെ പറയേ അന്നേരം അങ്ങോട്ടേക്ക് അവരുടെ പിന്നിൽ നമ്മുടെ ബൊറൂട്ടോ വരികയും ബൊറൂട്ടോ ആണെങ്കിൽ വന്ന് തന്റെ മാസ്റ്റർ അങ്ങനെ അല്ലായിരുന്നു, തുടക്കത്തിൽ അദ്ദേഹം എന്നെ വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം തന്റെ ജീവനെ പണയപ്പെടുത്തിയെ രക്ഷിച്ചിരുന്നു. ആൻഡ് അദ്ദേഹം അങ്ങനെ ഇതെല്ലാം ചെയ്തതെന്ന് നിനക്ക് വേണ്ടിയാണ് സാറഡ എന്ന് പറയേ ബൊറൂട്ടോ എന്നത് കണ്ട് സാറഡ വളരെയധികം ഇമോഷണൽ ആയിക്കൊണ്ട് അവനെ പോയി കെട്ടിപ്പിടിക്കുകയും അതിന് തിരികെ ബൊറൂട്ടോയും കെട്ടിപ്പിടിക്കുകയും സാറഡ നീ വളരെയധികം ലേറ്റ് ആയിരിക്കുന്നു സ്റ്റുപ്പിഡ് എന്ന് പറയുമ്പോൾ ബൊറൂട്ടോ എന്നോട് ക്ഷമിക്കും, ഞാൻ തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെയായിരുന്നു കഴിഞ്ഞ ചാപ്റ്റർ എൻഡ് ആയിരുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ 6th ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗിൽ ഷിക്കമാരുവിനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഷിക്കമാരു ഇപ്പോൾ 3 വർഷങ്ങൾക്ക് മുൻപ് ഹിഡൻ ലീഫിൽ നിന്ന് മോടി രക്ഷപ്പെട്ട ബൊറൂട്ടോ ഇപ്പോൾ തിരികെ വന്നിരിക്കുന്ന കാര്യത്തിൽ എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ വില്ലേജിന്റെ സീനിയർ അഡ്വൈസേഴ്സിന്റെ പക്കലേക്ക് പോവുകയും ഈ ഒരു കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനൊന്ന് ഈ സീനിയർ അഡ്വൈസേഴ്സ്, അതായത് നമ്മുടെ ചാഹാറായ വയസ്സ് കഴിഞ്ഞതിന് ശേഷം പോലും ഇപ്പോഴും ഒരു വയ്യാവേലി പോലെ ജീവനെ തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന ഹൊമുര ആൻഡ് കൊഹാരു ഇമ്മീഡിയറ്റ്ലി പിന്നെ ബൊറൂട്ടോയുടെ കാര്യം കൊണ്ടുവരും. ഇവിടെ വന്ന് എല്ലാ വില്ലേജസിന്റെ മെമ്മറി പ്രകാരം ബൊറൂട്ടോ ആണ് 7th ഹോക്കാഗെ കൊന്ന് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞ ലീഫ് വില്ലേജിന്റെ ട്രൈറ്റർ. അതുകൊണ്ട് തന്നെ അഡ്വൈസേഴ്സ് എന്തിനാണ് ബൊറൂട്ടോ തിരികെ വില്ലേജിലേക്ക് വന്നതെന്ന് ഷിക്കമാരിനോട് ചോദിക്കേ അതിന് ഷിക്കമാരു എന്തിനാണ് ബൊറൂട്ടോ തിരികെ ലീഫ് വില്ലേജിലേക്ക് വന്നതെന്ന് അറിയില്ല എന്ന് പറയും. പക്ഷെ എന്നിരുന്നാലും ഷിക്കമാരിന് ഒരു കാര്യം മാത്രം കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. ആൻഡ് അതാണ് ബൊറൂട്ടോ തിരികെ ലീഫ് വില്ലേജിലേക്ക് വന്ന് കോടിന്റെ പക്കൽ നിന്നും വില്ലേജിനെ രക്ഷപ്പെടുത്തിയതും അതിനുശേഷം വന്ന് സഡൻലി ഡിസപ്പിയർ ആയതും. ഇക്കാര്യങ്ങളെല്ലാം വന്ന് ഷിക്കമാരു അഡ്വൈസേഴ്സിനോട് പറയേ അഡ്വൈസേഴ്സ് വന്ന് ബൊറൂട്ടോ ചെയ്ത ഇക്കാര്യങ്ങൾക്കൊന്നും ഒരു വിലയും നൽകിയില്ല. പകരം അവരുടെ പെർസ്പെക്റ്റീവില് ബൊറൂട്ടോ ഇപ്പോഴും ലീഫ് വില്ലേജിന് ഒരു ത്രെറ്റ് ആണ്. കാരണം എല്ലാരും വിശ്വസിക്കുന്നത് ബൊറൂട്ടോ കവാക്കിയെ കൊല്ലാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ആൻഡ് അതുകൊണ്ട് തന്നെ ബൊറൂട്ടോ എന്തെങ്കിലും കൂടുതലായി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവനെ എലിമിനേറ്റ് ചെയ്യണമെന്ന് പറയും. ആൻഡ് അതിന് ഷിക്കമാരു എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് അവരുടെ പക്കൽ നിന്ന് പോകാൻ തയ്യാറാകെ അഡ്വൈസേഴ്സ് തിരിഞ്ഞടക്കുന്ന ഷിക്കമാരിനെ വിളിക്കുകയും ഇപ്പോൾ തന്നെ 3 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, നീ ചോദിച്ച കാലാവധി എല്ലാം കഴിഞ്ഞു പോയി, അതുകൊണ്ട് നീ 8th ഹോക്കാഗെ എന്ന ടൈറ്റിൽ ഒഫീഷ്യൽ ആക്കണം. അതല്ലാതെ നമ്മൾ മുന്നോട്ട് ഇനി ഇങ്ങനെ തന്നെ തുടരുവാണെങ്കിൽ ബാക്കിയുള്ള വില്ലേജസ് നമ്മളെ ചെറുതായി കാണുവാൻ തുടങ്ങുമെന്ന് പറയും. ആൻഡ് അതിനൊന്ന് ഷിക്കമാരു ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഉടനെ തന്നെ ഞാൻ അതിനെപ്പറ്റി വീണ്ടും റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവിടുന്ന് പുറപ്പെടും. എന്നിട്ട് അതിനുശേഷം വന്ന് ഇപ്പോൾ നമ്മുടെ ഷിക്കമാരു ഹൊക്കാഗയുടെ ഓഫീസിലിരിക്കെ അങ്ങോട്ടേക്ക് നമ്മുടെ ഈനോ വരികയും അവൾ വന്ന് ഞാൻ നീ ചോദിച്ച ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അതിന് ഷിക്കമാരു കൊള്ളാം, പക്ഷെ ഞാൻ നിന്നോട് ഇതെടുക്കാൻ പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കൂ എന്ന് പറയും. ആൻഡ് അപ്പോൾ അതിനൊന്ന് ഈനോ ആണെങ്കിൽ ഷിക്കമാരിനോട് ചോദിക്കും ഈ ഓൾഡ് മിഷൻ റെക്കോർഡ്സ് എല്ലാം വെച്ചുകൊണ്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ആൻഡ് അതിനൊന്ന് ഷിക്കമാരു ഞാനൊന്നു പറയും താങ്ക്സ് ഈനോ, നിനക്ക് ഇപ്പോൾ പോകാമെന്ന് അവളോട് പറയും. ആൻഡ് അത് കേട്ടതും ഈനോ ഒന്നും തന്നെ സംസാരിക്കാതെ ഹൊക്കാഗയുടെ ഓഫീസിൽ നിന്നും വെളിയിലേക്ക് പോകും. എന്നിട്ട് അതിനുശേഷം അവിടെ ഹൊക്കാഗയുടെ ഓഫീസിലിരിക്കുന്ന ഷിക്കമാരിന്റെ പക്കൽ നീ ചോദിച്ച ഡോക്യുമെന്റ്സ് എല്ലാം ജസ്റ്റ് എക്സ്ക്യൂസ് അല്ലേ, നിനക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് ഇപ്പോൾ എന്നോട് പറയുമെന്ന് ഒരു ശബ്ദം കേൾക്കും. ആൻഡ് അതിലൊന്ന് ഷിക്കമാരു എനിക്കിതൊന്നും ഡിറ്റക്ഷൻ ടീം കേൾക്കണമെന്ന് ആഗ്രഹമില്ല, അതുപോലെ തന്നെ എയുടെയും കവാക്കി അമാഡോയും ഇത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കൂ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആരോടും പറയാൻ പാടില്ല എന്ന് പറയും. ആൻഡ് അപ്പോൾ മറുവശത്ത് ഇങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫ്കോഴ്സ് നമ്മുടെ ഈനോയുമായിട്ടാണ്. അതായത് ഇവിടെ വന്ന് ഈനോയും ഷിക്കമാരും മൈൻഡ് ട്രാൻസ്മിഷൻ ടെക്നിക് ഉപയോഗിച്ചാണ് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. അങ്ങനെ ഒന്ന് ഇവിടെ ഷിക്കമാരു അവളോട് പറഞ്ഞതിന് ഈനോ പറയും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നതൊന്നും എവിടെയും തന്നെ റെക്കോർഡ് ചെയ്യപ്പെടില്ല എന്ന് പറഞ്ഞ് സോറി, പക്ഷേ അത് വന്ന് നീ എന്നോട് പറയുന്ന ടോപ്പിക്ക് പോലെ ഇരിക്കും എന്ന് പറയും. ആൻഡ് അതിലൊന്ന് ഷിക്കമാരു ഈനോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വന്ന് കൊനഹയുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഈ ഒരു സംസാരം ഇവിടെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു കാര്യം വന്ന് എനിക്ക് നിന്നോടല്ലാതെ വേറെ ആരോടും പറയാൻ സാധിക്കില്ല എന്ന് പറയും. ആൻഡ് അപ്പോൾ അതിനൊന്ന് ഈനോ ഷിക്കമാരു പറയുന്നത് കേട്ട് ഒന്ന് ചിന്തിച്ചതിന് ശേഷം ശരി നിനക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കേ. അങ്ങനെ ഈ ഒരു സീനെ കട്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് കവാക്കിയുടെ പക്കലേക്ക് വരുവാണ്. ഇവിടെ ഒന്ന് കവാക്കി എഡിയോട് ചോദിക്കും ഈ ടെൻറ്റെയിൽസിനെല്ലാം സെൽഫ് അവയർനെസ് ഡെവലപ്പ് ആയി ഒന്ന്. ആൻഡ് അതിനൊന്ന് ഇടാം അതെ ശരിയാണ്, പക്ഷേ എനിക്ക് അവർ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിയതെന്ന് അറിയില്ല, പക്ഷെ തീർച്ചയായും അവർ എവോൾവ് ആയിക്കൊണ്ടിരിക്കുവാണ്, അതും നോർമലി അവർ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയി മാറിക്കൊണ്ടെന്ന് പറയും. ആൻഡ് അപ്പോൾ കവാക്കി ചോദിക്കും കോഡിന് എന്താണ് സംഭവിച്ചത്, ഞാൻ വിചാരിച്ചത് അവനായിരുന്നു അതിനെല്ലാം കൺട്രോൾ ചെയ്തിരുന്നു എന്നായിരുന്നല്ലോ എന്ന് ചോദിക്കും. ആൻഡ് അതിനൊന്ന് ഇടാം കോഡിപ്പോ എവിടേക്കോ ഓടിപ്പോയി, അവർ വന്നിപ്പോൾ കോഡിന്റെ കൺട്രോളിനും മുകളിലാണുള്ളത്, അവരെല്ലാരും മോൺസ്റ്റേഴ്സ് ആണ്. പ്ലസ് ഇതിൽ പ്രശ്നമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ടെൻറ്റെയിൽസ് വന്ന് ഓട്സുക്കിയായ ബൊറൂട്ടോ ആൻഡ് കവാക്കി മാത്രമല്ല കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തോ ഒരു കാരണം കൊണ്ട് അവർക്ക് ഇപ്പോൾ 7th ഹോക്കാഗെ ആയിരുന്ന നറൂട്ടോ ഉസുമാക്കിയും കൊല്ലണമെന്നതായി പറയും. അപ്പോൾ അതിനൊന്ന് കവാക്കി എയുടെ പറഞ്ഞതെല്ലാം കേട്ട് അവളെ തന്നെ നോക്കിയിരിക്കെ എയുടെ ഒന്ന് കവാക്കി നോക്കിയതിനു ശേഷം അദ്ദേഹത്തെ മാത്രമല്ല എന്നെ അവർക്ക് കൊല്ലണമെന്ന് പറയും. ആൻഡ് അപ്പോൾ അതിനൊന്ന് കവാക്കി എയുടെ ഇപ്പോൾ പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ എന്തിനാണ് അവർ 7th ഹോക്കാഗെ കൊല്ലാൻ ശ്രമിക്കുന്നത്, എന്താണ് അവർക്ക് ശരിക്കും വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അതിനിട എനിക്ക് അതിനെപ്പറ്റി ഇതുവരെ അറിയാൻ സാധിച്ചില്ല എന്ന് പറയും. ഇവിടെ കവാക്കി വന്ന് എന്തൊക്കെ സംഭവിച്ചാലും 7th ഹോക്കാഗെ ഇപ്പോൾ എന്റെ കൈകളിലാണുള്ളത്, അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും ഇക്കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയും. ആൻഡ് അപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഡെയ്മോൺ ആണെങ്കിൽ കവാക്കിയോട് ഹേയ് കവാക്കി, നമ്മൾ ഇത്രയും പേരല്ലാതെ ബൊറൂട്ടോ ആൻഡ് സാസ്കേക്ക് മാത്രമാണ് 7th ഹോക്കാഗെ ജീവനോടുള്ള കാര്യം അറിയാവുന്നത്, പക്ഷേ ഇപ്പോൾ അവർ രണ്ടുപേരും ക്രിമിനൽസ് ആയി കൺസിഡർ ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ആരും അവർ
പറയുന്നൊന്നും വിശ്വസിക്കുകയില്ല. പക്ഷെ ആ ക്ലോഗ്രിം മോൺസ്റ്റേഴ്സ് ഹൊക്കാഗെ തന്നെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇവഞ്ചിലും എല്ലാവരും നീ കള്ളമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുമെന്ന് പറയും. ആൻഡ് അപ്പോൾ ഇങ്ങനെ ഡെയ്മൺ പറഞ്ഞതിന് കവാക്കി അവനെന്ന് നോക്കി ഡെയ്മൺ പറയും, നിനക്കെന്ത് സംഭവിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഇത് വന്ന് എന്റെ ചേച്ചിയും ബാധിക്കുന്നതാണെന്ന് പറയും. അന്നേരം അത് കേട്ടുകൊണ്ട് എവിടെയാണെങ്കിൽ നിർത്തു ഡെയ്മോൺ, നീ അങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറയും. സോ അപ്പോൾ അങ്ങനെ ഇതെല്ലാം കേട്ടതിന് ശേഷം കവാക്കി ആണെങ്കിൽ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഡെയ്മോൺ ആൻഡ് എയുടെ പക്കൽ നിന്ന് എണ്ണീറ്റ് അവിടെ നിന്ന് പോവുകയും കവാക്കി പോകുന്നത് കണ്ട് എവിടെയാണെങ്കിൽ അവനോട് കവാക്കി നീ എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുക, കുറച്ചു നേരം ഒന്ന് എന്നെ വെറുതെ വിടാവോ, വേണമെങ്കിൽ നീ എന്റെ മേലെ സ്പൈ ചെയ്തോളൂ എന്ന് പറഞ്ഞ് കവാക്കി അവിടെ നിന്ന് പോകും. ആൻഡ് ഇത് കേട്ടത് എടാ അങ്ങനെ കവാക്കി അവിടെ നിന്ന് പോകുന്നത് നോക്കിയിരിക്കെ കവാക്കി ആണെങ്കിൽ വെളിയിലേക്ക് വരികയും അവിടെ വന്ന് മിറ്റ്സുക്കി കാവൽ നിൽപ്പുണ്ടായിരിക്കും. ഇവിടെ മിറ്റ്സുക്കിയെ കണ്ട കവാക്കി അവനോട് നിങ്ങൾ എല്ലാവരും അനോയിങ് ആണെന്ന് പറയും. മിറ്റ്സുക്കി ആണെങ്കിൽ അതിന് ശാന്തനായി നിന്നുകൊണ്ട് പറയും, നിന്നെയും എടയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ മിഷനാണെന്നും നിനക്കതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ വിഷയം ഹൊക്കാഗെയുമായിട്ട് സംസാരിക്കുമെന്ന്. ഇവിടെ നമ്മുടെ കവാക്കിക്ക് വന്ന് മിറ്റ്സുക്കി ഇതൊക്കെ നേടലിനെ പോലെ കൂടെ നടക്കുന്നതിൽ ഒരു താല്പര്യവുമില്ല. പക്ഷെ എന്നിരുന്നാലും മിറ്റ്സുക്കി അവനെ വിട്ടു പോകാതെ കവാക്കിയുടെ കൂടെ തന്നെ ഇരിക്കും. സോ അത് കഴിഞ്ഞ് ഈ ഒരു സീൻ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബുറൂട്ടോയുടെ വക്കിലേക്ക് വരുവാണ്. ഇവിടെ സാറയുടെ ബുറൂട്ടോയെ നോക്കിയതും താൻ കുറച്ചു മുൻപ് വളരെയധികം ഇമോഷണൽ ആയിക്കൊണ്ട് ബുറൂട്ടോയെ കെട്ടിപ്പിടിച്ച് തോർക്കുകയും നാണിച്ചുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്റെ അപ്പോൾ ഇത് കണ്ടതും സുമീറെ ഈ ഒരു ഓക്വേർഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിനെ മാറ്റാൻ വേണ്ടി ബുറൂട്ടോയുടെ വക്കിലേക്ക് വന്നിരിക്കുകയും അവനോട് 3 വർഷമായില്ലേ ബുറൂട്ടോ, നിനക്ക് സുഖമൊക്കെ തന്നെയല്ലെന്ന് ചോദിക്കും. എന്റെ അതിനൊന്ന് ബുറൂട്ടോ, അതെ നിനക്ക് സുഖമല്ലേ, ക്ലാസ് ഉറപ്പെന്ന് ചോദിക്കും. എന്റെ കഴിഞ്ഞ് ബുറൂട്ടോ, സാറയുടെ നിനക്കും സുഖമാണെന്ന് കരുതുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും നീ അങ്ങനെ വന്ന് എന്റെ മേലെ ചാടി വീഴുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയും. എന്റെ അതിനൊന്ന് സാറടാ, എന്നെ എന്തിനാണ് കുറ്റം പറയുന്നത്, ഞാൻ നിന്നെ പറ്റി വളരെയധികം വേറിടായിരുന്നു എന്ന് പറയും. എന്റെ അപ്പോൾ അതിനൊന്ന് ബുറൂട്ടോ, അതെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടതിന് ശേഷം എല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലായെന്ന് പറയും. നേരം ഇവിടെ ഒന്ന് സുമീറെ, പക്ഷേ ബുറൂട്ടോ നിനക്ക് ഉറപ്പാണോ നീ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് ചോദിക്കും. എന്റെ അപ്പോൾ അതിനൊന്ന് ബുറൂട്ടോ, ഞാൻ എന്റെ ചക്ര സിഗ്നേച്ചറിനെ എറേസ് ചെയ്തിരുന്നു, അതുകൊണ്ട് സെൻസറി യൂണിറ്റിനെ എന്നെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ കവാക്കിക്ക് എപ്പോഴും വേണമെങ്കിലും മനസ്സിലാകും, അതുകൊണ്ട് എന്റെ പക്കൽ അധികം സമയമൊന്നുമില്ല, ഞാൻ ഇവിടെ ഇപ്പോൾ വന്നത് എന്റെ മാസ്റ്റർ സാസ്കിയെ പറ്റി പറയാൻ വേണ്ടിയാണെന്ന് പറയും. എന്റെ അപ്പോൾ അത് കിട്ടും സാറടാ, ബുറൂട്ടോ എന്നൊക്കെ ചോദിക്കും എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു എന്ന്. എന്റെ അതിനൊന്നും ബുറൂട്ടോ സാറുടെയോട് സെൻസി ഒന്ന് 10 ടൈൽസ് അബ്സോർബ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അന്നേരം ഇതേ സമയം ഇവിടെ കവാക്കിക്ക് വന്ന് ബുറൂട്ടോ ലീഫ് വില്ലേജിലേക്ക് വന്നു എന്ന് മനസ്സിലാവുകയും മിറ്റ്സുക്കിയോട് ബുറൂട്ടോയുടെ പ്രസൻസ് എനിക്കത് ഫീൽ ആകുന്നുണ്ട്, അവൻ ഇവിടെ വന്നു എന്ന് പറയും. എന്റെ അപ്പോൾ അത് കിട്ടുന്ന മിറ്റ്സുക്കി കവാക്കിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ കയ്യിൽ നിന്നും കവാക്കി അറിയാതെ ഒരു സ്നേക്കിനെ റിലീസ് ചെയ്യും. സോ അന്നേരം ഇതേ സമയം തന്നെ ഇവിടെ ബുറൂട്ടോയുടെ പക്കലേക്ക് വരുമ്പോഴേ സാറുടെ ആണെങ്കിൽ ബുറൂട്ടോട് ചോദിക്കും അബ്സോർബ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. എന്റെ അതിനൊന്ന് ബുറൂട്ടോ, അതെ അത് തന്നെയാണ്, എന്റെ സെൻസ് എന്നെ രക്ഷിക്കുവാൻ വേണ്ടി തന്നെ സാക്രിഫൈസ് ചെയ്തു, അദ്ദേഹം ഞാൻ കാരണമാണ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടതെന്ന് പറയും. എന്റെ അപ്പോൾ അത് കിട്ടുന്ന സുമീറെ ബുറൂട്ടോയോട് പറയും, ഈ വില്ലേജിൽ കുറെ അധികം ജനങ്ങൾ ക്ലോഗ്രിംസാൽ അറ്റാക്ക് ചെയ്യപ്പെട്ടിരുന്നു, എനിക്കിതിപ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ടെന്റേൽസ് വന്ന് ഓട്സുക്കിയെ കഴിക്കുന്നതിന് പകരം മനുഷ്യനും കഴിക്കാൻ തുടങ്ങിയോ, ഇതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ചോദിക്കും. എന്റെ അപ്പോൾ അതിന് ബുറൂട്ടോ പറയും, ടെന്റേൽസിന്റെ എക്സിസ്റ്റൻസ് എന്നത് തന്നെ ചക്രയെ കഴിക്കുക എന്നതാണ്, അവരുടെ ഇൻസ്റ്റിങ് എന്നത് അങ്ങനെയാണ്. ആൻഡ് വൺസ് ഇവിടെ അവരൊരു ഓട്സുക്കിയെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ചക്രയെ വെച്ചുകൊണ്ട് ടെന്റേൽസ് ഒരു ഡിവൈൻ ട്രീ ആയി മാറും. ആൻഡ് അങ്ങനെയായിരുന്നു ശരിക്കും സംഭവിക്കേണ്ടിയിരുന്നത്, എന്നാൽ അത് പഴയ കാര്യമാണെന്ന് പറയും. അതിനൊന്നും സാറടാ പഴയ കാര്യമൊന്നും ചോദിക്കും. അത് കേട്ടതും ബുറൂട്ടോ എന്തോ ഒരു കാരണം കൊണ്ട് ഇവറ്റകളെല്ലാം ഓൾറെഡി തന്നെ ഷിൻജുവായിട്ട് എവോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് അപ്പോൾ ഈ ഒരു സീനെ കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് മിറ്റ്സുക്കി ആണെങ്കിൽ 8th ഹൊക്കാഗെയോട് താനുമായി കണക്ട് ചെയ്യുവാൻ സെൻസറി യൂണിറ്റിനോട് പറയും. അവർ വന്നപ്പോൾ 8th ഹൊക്കാഗെയുമായിട്ട് കണക്ട് ചെയ്യുകയും മിറ്റ്സുക്കി എന്ന അദ്ദേഹത്തിനോട് ബുറൂട്ടോട് വന്നിരിക്കുന്നു, അവനെ വില്ലേജിൽ എവിടെയോ ഉണ്ട്, കവാക്കി ജസ്റ്റ് ഇപ്പോൾ അവന്റെ ഓറയെ സെൻസ് ചെയ്തു എന്ന് പറയും. എന്റെ അപ്പോൾ അത് കേട്ടതും ഷിക്കമാരു ഒന്ന് ചിന്തിച്ചുകൊണ്ട് പറയും, അവൻ സെൻസറി യൂണിറ്റിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി കവാക്കിയെ പോലെ തന്നെ തന്റെ ചക്ര സിഗ്നേച്ചറിനെ എറേസ് ചെയ്തിരിക്കാമെന്ന്. അപ്പോൾ അതിനൊന്ന് മിറ്റ്സുക്കി അവൻ സൗത്തിലേക്ക് വല്ലതും ആയിരിക്കാൻ പോയിരിക്കുക, എവിടെയോടെന്ന് ചോദിച്ച് അവന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് പറയാമെന്ന് ചോദിക്കും. എന്റെ അന്നേരം വന്ന് ഷിക്കമാരു ആണെങ്കിൽ മിറ്റ്സുക്കിനോട് ചോദിക്കും കവാക്കി എവിടെയാണ്. എന്റെ അതിനൊന്ന് മിറ്റ്സുക്കി, ഞാനിപ്പോൾ ബുറൂട്ടോയുടെ സ്ഥലത്തേക്ക് പോകുവാണ്, നിങ്ങൾക്കറിയാവുന്നതല്ലേ ബുറൂട്ടോയ്ക്ക് വന്നും കവാക്കിയുടെ ഓറയെ സെൻസ് ചെയ്യാൻ സാധിക്കുമെന്ന്. സോ അതുകൊണ്ട് തന്നെ കവാക്കി ബുറൂട്ടോയെ കാണുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ കവാക്കി ന്യൂട്രലൈസ് ചെയ്തിരിക്കാന്ന് പറഞ്ഞു ഉടനെ തന്നെ ബുറൂട്ടോ എവിടെയാണെന്ന് കണ്ടുപിടിക്കൂ, എനിക്ക് അവനെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല എന്ന് പറയും. ഈ ഒരു സീനെ കെട്ടിയതുകൊണ്ട് ഇവിടെ നമ്മുടെ ബുറൂട്ടോയുടെ വക്കിലേക്ക് വരുവാണ്. ഇവിടെ ഒന്ന് സാറുടെ ആണെങ്കിൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. സുമീറയും ബുറൂട്ടോയോട് ഓൾറെഡി തന്നെ ഷിൻജുവായിട്ട് ട്രാൻസ്ഫോം ആയെന്ന് ചോദിക്കും. എന്റെ അതിനൊന്ന് ബുറൂട്ടോ, എനിക്കിത് ഉറപ്പില്ല, പക്ഷേ കോഡിന്റെ ചക്രയാണ് കാരണമെന്ന് പറയും. എന്റെ അന്നേരം ഇത് കേട്ടതും സാറടാ കോഡോ എന്ന് ചോദിക്കേ. ബുറൂട്ടോ എന്ന് പറയും അവനൊരു ഓട്സുക്കി അല്ല, പക്ഷേ അവന്റെ കർമ്മോ എന്ന ഇഷ്കിയിൽ നിന്നുമാണ്, ആൻഡ് അത് തന്നെ ഒരു ഓട്സുക്കിയുടെ ഭാഗമാണ്, ആൻഡ് ഇത് കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിൽ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറയും. അത് കേട്ടതും സുമീറെ അങ്ങനെ ബുറൂട്ടോയെ നോക്കിക്കൊണ്ട് കർമ്മയോ എന്ന് ചോദിക്കേ. അന്നേരം വന്ന് അവിടെ അപ്പോൾ ആരോ ബുറൂട്ടോ എന്ന് വിളിക്കും. എന്നിട്ട് ഇത് കേട്ടതും ബുറൂട്ടോ ആരാണ് തന്നെ വിളിച്ചതെന്ന് ചിന്തിക്കേ. അന്നേരം മറുവശത്തിരുന്നുകൊണ്ട് നമ്മുടെ 8th ഹൊക്കാഗെയായ ഷിക്കമാരു ഇതൊരു മൈൻഡ് ബോഡി ട്രാൻസ്മിഷൻ ടെക്നിക്കാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് സംസാരിക്കാതെ ഉത്തരം നൽകൂ, നീ ഒരു എക്സ്പ്രഷനും കാണിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം നിന്നോട് സംസാരിക്കട്ടെ. ഈ ഒരു കോൺവെർസേഷൻ വന്ന് ഡിറ്റക്ഷൻ ടീം ഒരിക്കലും തന്നെ കണ്ടെത്തുകയില്ല, ആൻഡ് ഇതൊന്ന് ഈനോ യമാനാക്കയുടെ സഹായത്തോടെയാണ് ഞാൻ ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഇതൊന്ന് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ആൻഡ് ഇതൊന്ന് എവിടെയും നിന്നെ റെക്കോർഡ് ചെയ്യപ്പെടില്ല എന്ന് പറയും. ആൻഡ് അപ്പോൾ ഇവിടെ വന്ന് ബുറൂട്ടോ അങ്ങനെ സംസാരിക്കാതിരിക്കുന്നത് കണ്ട് സുമീരയാണെങ്കിൽ അവനെ ബുറൂട്ടോ എന്ന് വിളിക്കേ. സാറുടെ വന്നതിന് ഹേയ് നീ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അവനോട് ചോദിക്കേ. ഇവിടെ വന്ന് ബുറൂട്ടോ മൈൻഡ് ബോഡി ട്രാൻസ്മിഷന്റെ സഹായത്തോടെ ഷിക്കമാരനോട് ചോദിക്കും, നിങ്ങൾ ഇപ്പോൾ ഒരു ഹൊക്കാഗെ ആയല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ആൻഡ് അതിനൊന്ന് ഷിക്കമാരു ചിലവരെന്നെ അങ്ങനെ വിളിക്കാറുണ്ട്, പക്ഷെ ഞാനിത് വന്ന് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല, ഞാൻ ഇപ്പോഴും ഒഫീഷ്യലി ഒരു ഹൊക്കാഗെ അല്ല എന്ന് പറയും. അന്നേരം അപ്പോൾ ഇവിടെ ബുറൂട്ടോ ഷിക്കമാരനോട് ചോദിക്കും, ഞാൻ അതിനെപ്പറ്റി അറിയാനല്ല സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കുന്നു ചോദിക്കും. ആൻഡ് അതിനൊന്ന് ഷിക്കമാരു നീ ജസ്റ്റ് മൂടുകയും അനങ്ങുകയും മാത്രം ചെയ്താൽ മതി, ഒരാൾ ഇപ്പോൾ നിന്നെ തേടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയേ. ബുറൂട്ടോ പെട്ടെന്ന് എന്തോന്ന് സെൻസ് ചെയ്യുകയും അടുത്ത സീനിൽ തന്നെ ഒരു പാമ്പൊന്ന് സടനെ ബുറൂട്ടോയെ ഒന്ന് ചുറ്റി വളയും. ആൻഡ് അന്നേരം അതിനൊന്ന് ബുറൂട്ടോ തന്റെ ഫ്ലൈങ് റേഞ്ചിനെ യൂസ് ചെയ്തുകൊണ്ട് ടെലിപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടുകയും അടുത്ത സീനിൽ വന്ന് നമുക്ക് അങ്ങോട്ടേക്ക് എത്തിയ മിറ്റ്സുക്കിയെ കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന് ബുറൂട്ടോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മിറ്റ്സുക്കിയെ കണ്ടതിന്
അതിനുശേഷം മിത്സുക്കി എന്ന് പറയും. അതിനൊന്ന് മിത്സുക്കി ബൊറൂട്ടോയെ നോക്കിക്കൊണ്ട് നമ്മൾ അവസാനം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു ബൊറൂട്ടോ, ഞാൻ ഇത്രയും കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയാണെന്ന് പറയും. എന്റെ നേരം ഇവിടെ വന്ന് മിത്സുക്കിയെ കണ്ട സാറഡേ ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യൂ മിത്സുക്കി, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂന്ന് പറയും. എന്റെ അതിന് മിത്സുക്കി, എനിക്കറിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞ കള്ളങ്ങളെല്ലാം വിശ്വസിച്ചതെന്ന്, പക്ഷേ ഇപ്പോൾ നീ ഇവിടുന്ന് മാറി നിൽക്ക് സാറഡാ, എനിക്ക് എന്റെ ശക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും. അത് കേട്ടതും സാറഡാ മിത്സുക്കി എന്ന് വിളിക്കുമ്പോൾ മിത്സുക്കി ആണെങ്കിൽ ബൊറൂട്ടോയ്ക്കെതിരെ തന്റെ സ്നേക്കിനെ അറ്റാക്ക് ചെയ്യാൻ വിടും. ആൻഡ് അതിനൊന്ന് ബൊറൂട്ടോ തന്റെ സ്വാഡിലേക്ക് പർപ്പിൾ ലൈറ്റിംഗിനെ കൊണ്ടുവന്നുകൊണ്ട് അതിനെല്ലാം വെട്ടി നശിപ്പിക്കുക. അന്നേരം വന്ന് മിത്സുക്കി സ്ട്രൈക്കിംഗ് ഷാഡോ സ്നേക്ക് അസോൾട്ട് എന്ന് പറഞ്ഞ് ഭൂമിക്കടിയിൽ നിന്നുമല്ല കുറെ അധികം സ്നേക്കിനെ കൊണ്ടുവരും. എന്നാൽ അതിനൊന്ന് ബൊറൂട്ടോ ആകാശത്തിലേക്ക് പറന്നു പോവുകയും അത് കണ്ട മിത്സുക്കി ബൊറൂട്ടോയെ നോക്കി ഉച്ചത്തോടെ ഓട്സുസുക്കി എന്ന് വിളിക്കും. ഇവിടെ വന്ന് ബൊറൂട്ടോ ആകാശത്തിൽ പറഞ്ഞുകൊണ്ട് സാറഡയെ നോക്കി സാറഡേ എന്ന് വിളിച്ച് ഞാൻ എന്റെ മാസ്റ്ററിനെ തിരികെ രക്ഷിക്കുമെന്ന് നിനക്ക് സത്യം ചെയ്യുന്നു, അതുപോലെ തന്നെ മരമായി മാറിയ എല്ലാവരെയും ഞാൻ പഴയതുപോലെ ആക്കി മാറ്റും, അതുകൂടാതെ ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞ് ബൊറൂട്ടോ ആണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു പോകും. സോ ഇങ്ങനെ വന്ന് ബൊറൂട്ടോ അവിടെ നിന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കെ ഷിക്കമാരനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് എന്നിൽ നിന്നും വേണ്ടത്? നിങ്ങൾക്ക് സമാധാനത്തോടെ എന്നോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അവനോട് മര്യാദയ്ക്കിരിക്കും ഓർഡർ ചെയ്തുകൂടായിരുന്നു എയ്ത്ത് ഹോക്കാഗെ എന്ന് ചോദിക്കേ. അപ്പോൾ അതിനൊന്ന് ഷിക്കമാരു നീ എന്ത് ചെയ്താലും നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ വില്ലേജിലുള്ള ജനങ്ങൾ മാത്രമല്ല എന്റെ ലാൻഡ് ഓഫ് ഫയർ ഉള്ളവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹൊക്കാഗെ ആയിരുന്നുകൊണ്ട് മിത്സുക്കി എനിക്ക് തടയാൻ സാധിക്കില്ല എന്ന് പറയും. ആൻഡ് അതിന് ബൊറൂട്ടോ ഷിക്കമാരുവിനോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അതിന് ഷിക്കമാരു ഹൊക്കാഗെ എന്ന രീതിയിൽ എനിക്ക് കുറെ കാര്യങ്ങൾ കാണുവാനും ചെയ്യുവാനും സാധിക്കും, എനിക്ക് ഇവിടെ നിന്നെ എന്റെ വഴിയിലൂടെ സഹായിക്കാൻ സാധിക്കുമെന്ന് പറയേ. അത് കേട്ടത് നമ്മുടെ ബൊറൂട്ടോ എന്ത് നോൺസെൻസ് ആണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കും. ആൻഡ് അതിന് ഷിക്കമാരു നീ ആദ്യം ഞാൻ പറയുന്നൊന്നും ശ്രദ്ധയോട് കേൾക്ക്, നീ ആക്ച്വലി ബൊറൂട്ടോസുമാക്കിയല്ലെന്ന് ചോദിക്കും. സോ അന്നേരം അപ്പോൾ ഷിക്കമാരു ഇങ്ങനെ പറഞ്ഞത് കേട്ട് മൈൻഡ് ട്രാൻസ്മിഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്ന ഈനോയും ശരി ബൊറൂട്ടോ ആണെങ്കിലും അങ്ങനെ ആശ്ചര്യപ്പെടും. ഇവിടെ ഷിക്കമാരു പറയും, എനിക്ക് ഒരിക്കലും ഈ ഗെൻജുറ്റ്സുനെ അംഗീകരിക്കാൻ സാധിക്കില്ല, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ തീർച്ചയായും അമാട സംസാരിച്ചത് കേട്ടതിന് ശേഷം ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്റെ ഈ മെമ്മറീസ് എന്നത് വന്ന് ഫേക്ക് ആയിരിക്കാം എന്നത്. എന്നാൽ ഇത് വന്ന് ജസ്റ്റ് ഒരു ക്രേസി ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് മാത്രമാണ്. ഒരുപക്ഷെ കവാക്കിയും ബൊറൂട്ടോയും അവരുടെ ലൈഫിനെ സ്വിച്ച് ചെയ്തിരിക്കാം. ഇത് ജസ്റ്റ് എന്റെ ഒരു സംശയം മാത്രമാണ്, പക്ഷേ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം നീയാണ് പറയേണ്ടത് ബൊറൂട്ടോ എന്ന് പറയും. ഇത് കേട്ട ബൊറൂട്ടോ ഒന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഷിക്കമാരനോട് പറയും, ഞാനിപ്പോൾ വില്ലേജിൽ നിന്നും വളരെയധികം ദൂരം വന്നിരിക്കുകയാണ്, നമ്മളെ കൊണ്ട് എത്ര ദൂരം വരെ സംസാരിക്കാൻ സാധിക്കും എന്ന് ചോദിക്കും. ആൻഡ് അപ്പോൾ അതിനൊന്ന് ഷിക്കമാരു ഈനോയെ കൊണ്ട് വില്ലേജിന്റെ 100 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഒരു ടെക്നിക്കിനെ യൂസ് ചെയ്യാൻ സാധിക്കും, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. ആൻഡ് അതിന് ബൊറൂട്ടോ നമ്മുടെ ഈ സംസാരം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് എന്നോടൊന്ന് ക്ഷമിക്കും, കാരണം എനിക്കൊരു ചെറിയ പണിയുണ്ടെന്ന് പറയും. ആൻഡ് അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബൊറൂട്ടോയുടെ ശരീരത്തിൽ ഒരു സ്നേക്ക് വളയുന്ന പോലെ കാണിക്കുകയും അടുത്ത സീനിൽ അതിവേഗത്തിൽ മിത്സുക്കി ബൊറൂട്ടോയുടെ നേരെ ഓടി വിടുന്നതും കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന് ബൊറൂട്ടോ മിത്സുക്കി നോക്കി പറയും, എന്നോട് നീ ക്ഷമിക്കണം, കാരണം ഒന്ന് ഞാനിപ്പോൾ കുറച്ച് റഫായിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് മിത്സുക്കി എന്ന് പറയും. എന്നിട്ട് അങ്ങനെ വന്ന് അടുത്ത പാനലിൽ ഈ ഒരു സീനെ കാണിച്ചുകൊണ്ടാണ് 6th ചാപ്റ്റർ എൻഡ് ആവുന്നത്. സോ അപ്പോൾ എല്ലാവർക്കും ഈ 6th ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാപ്റ്റർ ഇഷ്ടമായാൽ വീഡിയോയിലേക്ക് വരൂ, അതുപോലെ നിങ്ങളെ പോലെ ആനിമേറ്റ് മാങ്കയെല്ലാം കാണുന്ന ചങ്കുകൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ സൂപ്പർ.